അവൻ എന്നോട് പറ്റിയിരിക്കുക. നമ്മൾ എത്രത്തോളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു, ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ലോകത്തോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ലോകത്തോട് ഇഴുകിച്ചേരുക. ദോഷത്തോട് പറ്റിച്ചേരുന്നവർ അതുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇഴുകിച്ചേർന്നു. പാപത്തോട് പറ്റിച്ചേർന്നാൽ അതുമായിട്ട് പോകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ദൈവത്തോട് പറ്റിച്ചേരുന്നു, വചനത്തോട് പറ്റിച്ചേരുന്നു, അവനുമായി ഏകാത്മാവാകുന്നു. രണ്ടാമത് പറയുന്നത് അവൻ എന്റെ നാമത്തെ അറിയുകയാണ്. നാമം ഉൾക്കൊള്ളുന്ന കാര്യം എന്ത് ചെയ്യണം? അറിയണം. പ്രിയമുള്ളവരെ, ഇതൊക്കെ വചനത്തിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് കാര്യമാകുന്നില്ല. വചനങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് വിശ്വാസത്തോടെ പറയുമ്പോൾ അതിനകത്ത് പ്രവൃത്തി, ദൈവപ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വായിച്ച് കാണുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നില്ല, വർദ്ധിപ്പിച്ച് അതിനെ പുറത്തേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കാര്യം വരുമ്പോൾ പലരും എന്ത് ചെയ്യും? പരാജയപ്പെടും. അതാണ് നമ്മളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ അധരങ്ങൾ കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിക്കുന്നു, അവൻ എന്റെ നാമത്തെ അറിയുകയാണ്. കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് കർത്താവ് എന്തൊക്കെയാണോ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അവന്റെ നാമം. അവന്റെ വചനം ആകുന്നു അവന്റെ നാമം. അപ്പൊ അവന്റെ നാമത്തെ നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ യേശുവിൽ ഉള്ളതിനെ അറിയുക, വചനത്തിലുള്ളതിനെ അറിയുക. കഷ്ടകാലത്തിൽ നീ വിളിച്ചപേക്ഷിക്കുമ്പോ ഉത്തരം അരുളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം കൊണ്ട് തന്നെ ഉത്തരം എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. കർത്താവിനോട് പ്രാരംഭമായിട്ട് എന്ത് ചെയ്യുക? പറ്റിയിരിക്കുക. ഒരു വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ പറ്റിച്ചേരാതെ നിലവിളിച്ചാൽ മറുപടി ലഭിക്കത്തില്ല. നമ്മൾ എത്രത്തോളം പറ്റിച്ചേരുന്നു. രണ്ട്, ആ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ വചനത്തിലൂടെ അവൻ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുമ്പോൾ ആ വചനത്തെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അവന്റെ നാമത്തെ ഞാൻ അറിയണം. ഗ്ലോറി ടു ഗോഡ്. അവൻ എനിക്ക് വേണ്ടി വന്ന രക്ഷിതാവാണ്. അവൻ എന്റെ നീതിയാണ്. അവൻ എന്റെ ശുദ്ധീകരണമാണ്. അവൻ എന്റെ തേജസ്കരണമാണ്. അവൻ എനിക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനാണ്. അവൻ എനിക്ക് വേണ്ടി അയക്കപ്പെട്ട മഹാപുരോഹിതനാണ്. അവൻ എന്റെ ശ്രേഷ്ഠ ഇടയനാണ്. അവൻ എന്റെ നാമത്തെ ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിളുകളിൽ ഞാൻ കർത്താവിനെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഞാൻ അവനോട് അറിയുകയും വീണ്ടും പറ്റിച്ചേരുകയും ചെയ്യുന്നു, അറിയുകയും വീണ്ടും പറ്റിച്ചേരുകയും ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ അറിയും തോറും ഞാൻ എന്റെ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ഇഴുകിച്ചേരുന്നു. ദൈവത്തോട് ഇഴുകിച്ചേരുമ്പോൾ ആ ഇഴുകിച്ചേർന്ന വ്യക്തി അവൻ എന്നെ എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരം അരുളും. ഈ മേളത്തെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന കണ്ടീഷൻ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കും എന്ന് പറയുമ്പോൾ എന്ത് വിഷയമായ, നീ പോകുന്ന വിഷയം എന്തായിരുന്നാലും സ്വയമേ നിനക്ക് വിടുതൽ കിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ മാർഗം ദൈവത്തോട് പറ്റിച്ചേർന്നാൽ ആ വിഷയത്തിൽ ദൈവത്തിന്റെ വിടുതൽ എന്ത് ചെയ്യും? ഉണ്ടാകും. രണ്ടാമത്, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. എവിടെ? നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് നിനക്ക് ജയം കിട്ടും. വിടുതലും ഉണ്ടാകും, ജയം ഉണ്ടാകും. വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴെ കർത്താവ് ചതച്ചു കളയും. അപ്പൊ അത് അവന്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ വചനത്തെ നിങ്ങൾ അറിയും തോറും സാത്താന്റെ മകളിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ജയമുണ്ടാകും. കാരണം കർത്താവ് ആ വ്യക്തി എന്ത് ചെയ്യും? പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലോകപരമായിട്ട് ചിന്തിക്കാം. അവനോട് പറ്റിച്ചേർന്നിരിക്കാൻ സ്തോത്രം, ഇവരെക്കാട്ടിലും ഒക്കെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തും. അതല്ല, ആ ഉയർച്ച അല്ല പറയുന്നത്. പിശാചിന്റെ മകളിൽ ഉയർത്തും. ഗ്ലോറി ടു ഗോഡ്. ജയം ദൈവം എന്ത് ചെയ്യും? തരും. അവൻ നിന്നെ വിടുവിക്കും. അപ്പൊ നാമം ഉൾക്കൊള്ളുന്നത്, യേശുവിന്റെ നാമം ഉൾക്കൊള്ളുന്നത് എന്താണ്? ദൈവവചനം. ആ വചനത്തിലൂടെ ഞാൻ യേശുവിനെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. വിവിധ വശങ്ങൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അതെനിക്ക് അറിയും തോറും, അനുഭവിക്കും തോറും, വിശ്വസിക്കും തോറും എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മകളിൽ എനിക്ക് ജയം കിട്ടും. ഹല്ലേലൂയ. ഇല്ലാതെ വേറെ മാർഗം ഇല്ല. വചനത്തെ അറിയാൻ, വചനത്തെ വിശ്വസിപ്പാൻ, വചനത്തെ ധ്യാനിപ്പാൻ
ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിനക്കതിന്റെ മകളിൽ, പിശാചിന്റെ മകളിൽ ജയമെടുക്കുവാൻ കഴിയും. ഈ രണ്ട് കാര്യം ചെയ്തിട്ട് എന്നെ എന്ത് ചെയ്യുക? വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഉത്തരമരുളും. കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. ആരോട്? പറ്റിച്ചേർന്നവനോട് കൂടെ. ആരോട് കൂടെ ഇരിക്കും? എന്റെ നാമത്തെ അറിയുന്നവന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ മേളിൽ പറഞ്ഞ വാക്യങ്ങൾ വിട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ അനുഗ്രഹം മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവകാശമാക്കാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്നത് കഷ്ടകാലത്തിൽ നീ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതെല്ലാവർക്കും എന്ത് ചെയ്യും? മനസ്സിലാവും. കർത്താവിനോട് പറ്റിച്ചേരാൻ പറയുമ്പോൾ മനസ്സിലാവും. അവന്റെ നാമത്തെ അറിയാന്ന് പറയുമ്പോൾ താല്പര്യപ്പെടത്തില്ല. വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിലാവും. ഇവിടെ കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നീ എന്ത് ചെയ്യും? നീ വിളിച്ചപേക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെ നീ എന്ത് ചെയ്യും? നീ ആവർത്തിച്ച് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? വിളിച്ചപേക്ഷിക്കുക. കഷ്ടകാലങ്ങൾ എല്ലാവരുടെ ജീവിതങ്ങളിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരെയും കൂടെ എന്ത് ചെയ്തില്ല? കർത്താവ് കാണത്തില്ല. പറ്റിച്ചേർന്നിരിക്കുന്നവനോട്, ഹല്ലേലൂയ, ഇഴുകിച്ചേർന്നിരിക്കുന്നവന്റെ കൂടെ കർത്താവ് എന്ത് ചെയ്യും? ഉണ്ടാവും. എങ്കിൽ ആ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നതിന്റെ ഒരു സ്വസ്ഥത എന്ത് ചെയ്യും? ഉണ്ടാവും. ഇറിറ്റേറ്റ് ആവില്ല. ഒരു ശാന്തത എന്ത് ചെയ്യും? ഉണ്ടാവും. അവർ തന്നെ ഇറിറ്റേറ്റ് ആവില്ല, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യത്തില്ല? ഇറിറ്റേറ്റ് ആകത്തില്ല. കാര്യം ഞാൻ എന്റെ സാന്നിധ്യം നിനക്ക് തരുമ്പോൾ നിനക്ക് എന്തുണ്ടാവും എന്ന് പറഞ്ഞ സ്വസ്ഥതയാണ്. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. നീ വിളിച്ചപേക്ഷിക്കും. സത്യമായി നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ആ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാന്നിധ്യമാണ് നിനക്കുള്ള ഉത്തരം. ദൈവ സാന്നിധ്യമാണ് ഉത്തരം. യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥൻ. വിഷയത്തെ വിടിവിക്കാനുള്ള സമീപസ്ഥൻ എന്നുള്ളതല്ല പറയുന്നത്, അവൻ സമീപസ്ഥൻ. പ്രാർത്ഥിക്കുന്നവന് സാമീപ്യം ആരാണ്? ദൈവം. ചിലർക്ക് വിഷയത്തിന് സൊല്യൂഷൻ കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു സന്തോഷം വരും. വിഷയത്തിന് സൊല്യൂഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സാമീപ്യം ഉണ്ടാകുന്ന സന്തോഷമെങ്കിലും എന്ത് ചെയ്യണം? വേണം. സാമീപ്യം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം വരാൻ. അല്ലാത്ത സന്തോഷം കുറെ കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യും? ഈ സാമീപ്യമുള്ളവന്റെ സന്തോഷം അതിനെ ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ ആ സാമീപ്യത്തിനകത്താണ് ഇരിക്കുന്നത്. യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അവരെ വിഷയത്തിന് പരിഹാരം വരുത്താന്നല്ല, ഏവർക്കും കർത്താവ് സമീപസ്ഥൻ. അപ്പൊ ആ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ ആൾക്കാർ വിളിക്കുന്നത്. എന്തിനാണ്? കർത്താവെ നീ സ്വർഗത്തിൽ ഇരുന്നാലും സാരമില്ല, എന്റെ വിഷയത്തിന് ഇവിടെ എന്ത് ചെയ്യണം? പരിഹാരം കിട്ടണം. പക്ഷെ യഥാർത്ഥത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നീ സ്വർഗത്തിൽ ഇരുന്നാ പോരാ, എന്റെ വിഷയത്തിന് മറുപടി ഉടനെ കിട്ടണമെന്നും നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ നിന്റെ സാമീപ്യം ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ തീയത്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നിന്റെ സാമീപ്യം സകലത്തെക്കാൾ മുകളിൽ ഞാൻ വിലമതിക്കും. അപ്പോൾ ഇവിടെ വായിച്ചത്, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 9-ാം വാക്യം. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട്, ആ പദം കണ്ടു, ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പറ്റിച്ചേരുന്നതിന്റെ ഒരു പദവി പറയും. ഞാൻ എന്റെ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി പറ്റിച്ചേരും. എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും ഒരുപോലെ എന്റെ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പറ്റിച്ചേരുന്നു. പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അക്ഷരീയമായ ഒരു കനാനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ അവകാശമാക്കുന്നത് ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലമല്ല, നമ്മൾ കാൽ വെച്ചിരിക്കുന്നത് നിത്യ കനാനാണ്. ആ നിത്യ കനാനിൽ നീ കാൽ വെച്ചിരിക്കുമ്പോൾ നീ സേവിക്കുന്ന ദൈവത്തെ പൂർണ്ണമായി നീ പറ്റിച്ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ, നിന്റെ പറ്റിച്ചേരൽ നിമിത്തം നീ കാൽ കുത്തുന്ന ദേശം ദൈവം നിനക്കും നിന്നിലൂടെ ജനിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ അത് അവകാശമാക്കും. ദൈവത്തോട് പറ്റിച്ചേർന്നതിന്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വരാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ
പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അത്യുന്നതന്റെ മറവിൽ. അത്യുന്നതൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിനകത്ത് തന്നെ വേറെ എക്സ്പ്ലനേഷൻ ഇല്ല. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ തന്നെ എന്ന് വെച്ചാൽ ഉന്നതിയിൽ ഇനി നാം സേവിക്കുന്ന ദൈവത്തിന്റെ മകളിൽ ഒന്നുമില്ലാതെ വണ്ണം അവനാണ് അത്യുന്നതൻ. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം ആ തിരിച്ചറിവുണ്ടോ? ഏത് വിഷയത്തിന്റെ മകളിൽ ആരുണ്ട്? അത്യുന്നതൻ. ഞാൻ അവനോടാണ് എന്ത് ചെയ്യുന്നത്? പറ്റിച്ചത്. ആ തിരിച്ചറിവ് നിനക്കെതിരെ നിൽക്കുന്ന ഏതൊരു വിഷയമാകട്ടെ, ഏതൊരു പോരാട്ടമാകട്ടെ, പക്ഷെ നീ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് തിരിച്ചറിവുണ്ടാണ്. എന്റെ ദൈവം ആരാണ്? അവൻ അത്യുന്നതൻ. ഹല്ലേലൂയ. അവൻ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറിയവൻ, സകല ദേവന്മാരെയും ന്യായം വിധിച്ചു കളഞ്ഞവൻ, സകല അന്യാരാധന ശക്തികളെ ന്യായം വിധിച്ചവൻ, ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളവൻ, പാപത്തിന്റെ മേൽ ജയമെടുത്തവൻ, പിശാചിന്റെ മേൽ ജയമെടുത്തവൻ, മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സകല അധികാരത്തിന്റെ മകളിൽ ഉന്നതി പ്രാപിച്ചവൻ, അത്യുന്നതി പ്രാപിച്ചവൻ. ആ അത്യുന്നതി പ്രാപിച്ചവന്റെ മറവിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എന്റെ താമസം, എന്റെ വാസം. എങ്കിൽ ചുമ്മാ എഴുതി വെച്ചിരുന്നാ പോരാ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ. ആരെ പ്രാർത്ഥന ദൈവം കേൾക്കും? ആർക്ക് ദൈവം സംരക്ഷണം നൽകും? ഇതെല്ലാം അങ്ങ് വിട്ടിട്ട് എന്ത് ചെയ്യും? അവൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായി ഇവിടെ നിന്നെല്ലാം എന്ത് ചെയ്യും? വിടുവിക്കും, നിന്നെ ഉയർത്തും, അനുഗ്രഹിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അതിലൊന്നും കാര്യമൊന്നുമില്ല. നിന്റെ വാസം, നിന്റെ ആത്മാവിന്റെ വാസം, നിന്റെ ചിന്തയുടെ വാസം, നീ യാത്ര ചെയ്യുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന യാത്രയുടെ പെട്ടകത്തിനകത്തുള്ള വാസം, ദൈവസഭയാകുന്ന പെട്ടകത്തിനകത്തുള്ള യാത്ര. നിന്റെ വാസം എവിടെയാണ്? നിന്റെ വീട് എവിടെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത്യുന്നതന്റെ മറവ്. അത്യുന്നതന്റെ മറവ് എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളണം, ഞാൻ മറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മുൻപിൽ അവനാണ്, അവന്റെ പുറകിൽ ഞാൻ അവനെ മറഞ്ഞാണ് നിൽക്കണം. അവൻ ആരാണ്? അത്യുന്നതനാണ്. എനിക്ക് മുൻപിൽ ഞാൻ വേറെ ആരെയല്ല വച്ചിരിക്കണം. എനിക്ക് മുൻപിൽ ദൈവം, ദൈവത്തിന്റെ പുറകിലാണ് ഞാനെങ്കിൽ എനിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ സംസാരിക്കും, എനിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ പ്രവർത്തിക്കും. കാരണം അവന്റെ മറവിലാണ് ഞാൻ നിൽക്കുന്നത്. നിനക്ക് എന്നെ കാണാൻ പറ്റില്ല. ക്രൂസിന്റെ മറവിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ സകല ജനത്തെയും ന്യായം വിധിച്ച് കളയുവാൻ തക്കവണ്ണം ആകാശം തുറന്ന് 40 ദിവസം മഴ പെയ്ച്ചു രാവും പകലും. ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളോടും മത്സരിച്ചു നിന്ന കോരകപുത്രന്മാർ ദൈവിക ന്യായവിധി വന്നപ്പോൾ ഭൂമി പിളർന്ന് വായി തുറന്ന് അതിനകത്തേക്ക് പോയി. മകളിൽ ആകാശം കീറി ന്യായവിധിച്ചു, ഭൂമി പിളർന്ന് ന്യായവിധിച്ചു. ഇതിനിടയിൽ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു ക്രൂശ് ദൈവം നാട്ടി. ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ ചുവട്ടിൽ നീ മറയൽ പ്രാപിക്കുമ്പോൾ, നീ അഭയം പ്രാപിക്കുമ്പോൾ, നീ മറയപ്പെടുമ്പോൾ ക്രൂശിലാണ് നീ മറയപ്പെടുന്നത്. ന്യായവിധി മകളിൽ നിന്നും കീഴിൽ നിന്നും ഉള്ളതിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചതിന്റെ മഹത്വം നീ അറിയുന്നത് ക്രൂശിന്റെ ചുവട്ടിൽ വരുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഞാനിവിടെ എത്ര ശക്തിയെടുത്ത് നിലവിളിക്കുന്നത് കൊണ്ടും കാര്യമായില്ല. നീ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വായ് പിളർന്ന ഭൂമിയും മകളിൽ ആകാശം കയറി ന്യായവിധി ഏൽപ്പിച്ച വരുത്തിയ 10 ലക്ഷം പേരെ നഷ്ടപ്പെട്ടു പോയ മധ്യത്തിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് എന്റെ മറവ്. ക്രൂശാണ് എന്റെ സങ്കേതം, ക്രൂശാണ് എന്റെ ഒളിപ്പടം. അത്യുന്നതനാണ് ഞാൻ മറവായി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇത് നിങ്ങൾ ഏറ്റ് 91 സംഘത്തിന് നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആത്മാവിൽ സംസാരിക്കുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദുഷ്ടന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് ഒരു വ്യക്തി പോലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള. ക്രൂസിലേക്ക് വരിക.
ഇത് രണ്ടിന് ഇടയിലാണ് ദൈവം എന്ത് ചെയ്തത്? നിന്നെ രക്ഷിക്കാൻ, നിന്നെ രക്ഷിക്കാൻ ക്രൂശിനെ വെച്ച് അവനെ എന്ത് ചെയ്ത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എനിക്ക് വേണ്ടി യാഗമാക്കി തീർത്തത്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവനെ മറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വിടുതലുണ്ടോ? വിനയമുണ്ടോ? താഴ്മയുണ്ടോ? വിധേയത്വമുണ്ടോ? കേൾക്കണതുകൊണ്ടൊന്നും കാര്യമൊന്നും. കർത്താവിന്റെ വചനം ആത്മമണ്ഡലത്തിൽ എത്തുമ്പോൾ മാത്രമേ അതിന് ജ്വലനം എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാവുള്ളൂ. ഇത് പുറത്തൂടെ കിടന്ന് കറങ്ങി എന്ത് ചെയ്യത്തില്ല, കത്തൂല, ജ്വലിക്കൂല. അകത്ത് ആത്മമണ്ഡലത്തിൽ എന്ത് ചെയ്യണം? വചനം വിശ്വാസത്താൽ നീ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം എന്ത് ചെയ്യും? ഉണ്ടാകും. ഇത് ദേഹത്തിലോ ദേഹിയിലോ ഇരുന്ന് എന്ത് ചെയ്യത്തില്ല, ഇതിൽ ജ്വലനം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. ഞാൻ പ്രസംഗിക്കുന്ന വെറുതെ വാക്കുകൾ കൊണ്ട് നിന്റെ ചെവി കേൾക്കും, പക്ഷെ ആത്മമണ്ഡലത്തിൽ ജ്വലനം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. നീ ആത്മാവിൽ നിറയുമ്പോൾ എഴുതപ്പെട്ട വചനത്തിന്റെ ജ്വലനം നിന്റെ ഉള്ളിലുണ്ടാകും, ആത്മാവിലുണ്ടാകും. അവന്റെ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. നിന്റെ നാവിൽ എന്തില്ല? ശക്തിയില്ല. പക്ഷെ അവന്റെ നാമത്തെ ഏറ്റു പറയുമ്പോൾ ആ വചനത്തിലെ ശക്തി നിനക്ക് അനുഭവിക്കാൻ കഴിയും. കാര്യം നീ എന്ത് ചെയ്യുന്നു? അവനെ മറവിടമാക്കി വെച്ചിരിക്കുക. എപ്പോഴും നിനക്ക് ആരെ മുമ്പിൽ വെക്കണം? സംസാരിച്ചാൽ എന്തുണ്ടാവണം? ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യണം? നിനക്ക് മുമ്പിൽ ആരുണ്ട്? ചുമ്മാ പറഞ്ഞാ പോലെ. ഇന്ന് മുതൽ ഒരു തീരുമാനം. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനെയാണോ? ആത്മാവിലാണോ? ഞാൻ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിനെയാണോ? ക്രിസ്തുവിന്റെ പ്രവൃത്തികളാണോ? വ്യാജം നമ്മളെ തെറ്റിക്കുക. ആരെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതാണ്? പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. അതിന്റെ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ആദ്യം നീ എന്ത് ചെയ്യും? അവനെ അറിയണം, അവനെ പറ്റിച്ചേരണം, അവന്റെ നാമത്തെ അറിയണം. ആ നാമം ഉൾക്കൊള്ളുന്നതെല്ലാം എന്ത് ചെയ്യണം? അറിയണം. അവനെ നീ എന്ത് ചെയ്യണം? നിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പിശാച് എപ്പോഴും ആഗ്രഹിക്കണമെന്നറിയാം, നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ, പഴയ മനുഷ്യനെ മുമ്പിൽ കൊണ്ടുവരാൻ. അവസാനം എന്ത് ചെയ്യും? പിശാച് എന്ത് ചെയ്യും? ആ വ്യക്തിയെ അവന് പിശാചിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ അതിനാണ് വിളിച്ചിരിക്കുന്നത്. അവൻ എന്നിൽ സംസാരിക്കട്ടെ, അവന്റെ വചന ആ വെളിപ്പാട് സംസാരിക്കട്ടെ, ആ ദൈവീയ ഞാൻ ആ സുവിശേഷം പറയും. എല്ലാം ദൈവം എന്ത് ചെയ്യട്ടെ? അവൻ ശുശ്രൂഷ ചെയ്യട്ടെ, അവന്റെ മഹത്വത്തിനായിട്ടുള്ള ശുശ്രൂഷ ചെയ്യട്ടെ. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ വസി, അവൻ എന്റെ മുൻപിൽ. ആ അത്യുന്നതന്റെ മറവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വാസം ചെയ്തിരിക്കുന്നു. വസിക്കുമ്പോൾ, ആ വാസം ചെയ്യുമ്പോൾ എനിക്ക് ദൈവത്തോട് എന്തുണ്ട്? സംസാരമുണ്ട്, സംസർഗമുണ്ട്. കാര്യം എന്താണ്? ഞാൻ വസിക്കുന്ന ഇടത്ത് അവനുണ്ട്. ആത്മാവായി, ജീവനായി, വെളിച്ചമായി, ചൈതന്യമായി, എല്ലാത്തിനും എല്ലാമായി അവനുണ്ട്. രണ്ടാമത് സർവശക്തൻ. കണ്ടോ? സർവശക്തൻ എന്ന് പറഞ്ഞാൽ ആ സർവശക്തിക്കും മകളിൽ വേറൊരു ശക്തിക്കും കയറാൻ പറ്റത്തില്ല. ശക്തൻ എന്നുള്ളതല്ല, സർവശക്തൻ. ആ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ഞാൻ എന്ത് ചെയ്യാണ്? പാർക്കുകയാണ്. എന്റെ പാർപ്പിടം, നേരത്തെ വാസം, പാർപ്പിടം. ഈ നിഴൽ, രണ്ട് സ്നേഹിതർ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് നടക്കുകയാണ്. വെയിലടിക്കുന്നു, ഒരാളിന്റെ നിഴൽ എന്ത് ചെയ്യുന്നു? അടുത്ത് നടക്കാത്തവർക്ക് നിഴലിന്റെ കീഴിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ അർത്ഥമാക്കുന്ന എന്താണ്? നീ ഏറ്റവും അടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ നിഴൽ നിന്റെ ജീവിതത്തിൽ വരും. ആ നിഴലിന്റെ മഹിമ നിന്റെ ജീവിതത്തിൽ വരും. ആ പ്രൊട്ടക്ഷൻ നിന്റെ ജീവിതത്തിൽ വരും. ആ വെളിച്ചത്തിന്റെ നിഴലിന്റെ കീഴിൽ നീ എന്ത് ചെയ്യും? നീ വരും. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ സഖിത്വം ഉണ്ടാകും, സഹവാസം ഉണ്ടാകും, കൂടെ പാർക്കും, കൂടെ നടക്കും. ആ നിഴലിന്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം അവർക്ക് എന്ത് കൊടുത്തു? നിഴൽ. എന്തായിരുന്നു ആ നിഴൽ? മേഘം. ആ മേഘത്തിന്റെ നിഴൽ, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കാണുന്ന പോലുള്ള ഒരു മേഘത്തിന്റെ വെറും നിഴൽ മാത്രമല്ല ദൈവം കൊടുത്തത്. അതിന്റെ കാരണം ഈ 40 വർഷം ഇവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ല? മുഷിഞ്ഞു പോയില്ല. ഇവരുടെ ചെരുപ്പ് എന്ത് ചെയ്തില്ല? തേഞ്ഞു പോയി. ഇവരെ യാത്ര മുഷിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ മരുഭൂമിയിൽ എന്തായിരുന്നാലും മേഘം ഉണ്ടെങ്കിലും ചൂട് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആ മരുഭൂമിയുടെ മധ്യത്തിൽ നമ്മൾ ഇന്ന് വെക്കുന്ന AC ഒന്നും അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. കാരണം മരുഭൂമിയിലും ദൈവം എന്ത് ചെയ്തു? മഞ്ഞുമേഘം വെച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വിശ്വസിക്കാം. മഞ്ഞുമേഘത്തിന്റെ കീഴിൽ, കോടമഞ്ഞിന്റെ കീഴിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? അതിന്റെ ഒരു പൂമഴ പോലെ എന്ത് ചെയ്യും? പൊഴിയും. അതിന്റെ ഒരു കംഫർട്ട് എന്ത് ചെയ്യും? ഉണ്ടാവും. മുഷിച്ചിലുണ്ടാകത്തില്ല.
അല്ലാത്ത മേഘം മരുഭൂമിയിൽ നിന്നാലും അതിന്റെ കീഴിൽ നിഴലിന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് എന്ത് ഉണ്ടാവും? മുഷിച്ചിലുണ്ടോ? പ്രിയമുള്ളവരെ, നീ പ്രാപിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള അഭിഷേകമാണെങ്കിൽ ലോകത്തിൽ ഇനി എത്ര തീ പോലുള്ള വിഷയങ്ങൾ വന്നാലും നിന്റെ മകളിൽ നിൽക്കുന്ന മേഘം നിനക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വിണ്ട് കീറി. ആത്മാവിന്റെ കാര്യമാണ്, ശരീരത്തിന്റെ അല്ല. ശരീരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാവും. പക്ഷേ ദൈവത്തിന്റെ ആത്മപകർച്ചയുടെ മേഘത്തിന്റെ മഞ്ഞുപോലെ ദൈവത്തിന്റെ വചനം നിനക്ക് ആശ്വാസം തരുന്ന ആശ്വാസം നിന്റെ അധരങ്ങളിൽ വരും. ചൂടടിക്കുമ്പോൾ മുഷിയില്ല. 40 വർഷം അവരെന്ത് ചെയ്തില്ല? ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ മുഷിയിൽ ഉണ്ടെങ്കിൽ ആത്മപകർച്ച നിനക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ആദ്യത്തെ ആവേശം കുറഞ്ഞു. മുഷിയുന്നുണ്ടെങ്കിൽ നീ എത്ര ദൂരം, അവർ 40 വർഷം അവർ യാത്ര ചെയ്തിട്ടും വെറുതെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന മേഘത്തിന്റെ കീഴിലാണെങ്കിൽ അവരെ വസ്ത്രം വേറെ കാര്യം. നമ്മളിവിടെ 30 ഡിഗ്രി 32 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേ മുഷി. മരുഭൂമിയിൽ, അതും മിസ്രൈമ്യ മരുഭൂമിയിലെ ചൂട്, വസ്ത്രം മുഷിയുന്നില്ലെങ്കിൽ സാധാരണ ഒരു മേഘമല്ല ദൈവം കൊടുത്തത്. ഏറ്റവും കൂളായിട്ട് അവരെന്ത് ചെയ്തു? ഇന്ന് ദൈവത്തിന്റെ സഭയിൽ നീ യഥാർത്ഥമായ ആത്മാവിൽ നിറഞ്ഞാണ് നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ ഏതൊരു വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും വേറെ ആരൊക്കെ മുഷിഞ്ഞാലും നിന്റെ ആത്മീയ വസ്ത്രം മുഷിയില്ല, നിന്റെ ആത്മീയ ജീവിതം മുഷിയില്ല. മുഷിച്ചിലുണ്ടാകത്തില്ല. നിന്റെ യാത്രയിൽ ചെരുപ്പ് തേയത്തില്ല. മാത്രമല്ല മാറ്റി മാറ്റി ഇടേണ്ടിയും വരൂല. മാറിയാലോ എന്നും എന്ത് ചെയ്യത്തില്ല. ഈ ചെരുപ്പിനെ വിട്ടിട്ട് വേറൊരു ചെരുപ്പിലോട്ട് കയറിയാലോ എന്നെന്ത് ചെയ്യത്തില്ല. കുറെ കാലം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഈ ചെരുപ്പൊന്ന് ഊരിയിട്ട് വേറെ ചെരുപ്പിൽ കയറാന്ന് തന്നെ 2 ദിവസത്തിന് മുമ്പ് എന്ത് ചെയ്തു? ചെരുപ്പ് ഊരി കയറാന്ന് എന്ത് ചെയ്താണ്? മുഷിഞ്ഞില്ല. എത്ര ദൂരം നടന്നാൽ, എത്ര ദൈർഘ്യത്തിൽ നീ പോയാൽ അനങ്ങത്തില്ല. ദൈവത്തിന്റെ സംരക്ഷണം മറവിൽ വസിക്കുമ്പോൾ സർവശക്തന്റെ നിഴൽ, കാരണം ആ നിഴലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഇത്രയും കംഫർട്ട് എന്ത് ചെയ്യുന്നത് തരുന്നത്. ആ നിഴല് കിട്ടണമെങ്കിൽ, സർവശക്തന്റെ നിഴല് കിട്ടണമെങ്കിൽ സർവശക്തന്റെ കൂടെ എന്ത് ചെയ്യണം? നടക്കണം. ആ സർവശക്തന്റെ അതിമഹത്തായ തേജസ് തന്നിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാർക്ക് കൊടുത്തപ്പോൾ ആ നിഴല് തട്ടിയപ്പോൾ രോഗി സൗഖ്യം. സർവശക്തന്റെ നിഴൽ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർക്ക് കൊടുത്തെങ്കിൽ ആ സാന്നിധ്യത്തിൽ എന്ത് ചെയ്തു? സൗഖ്യമുണ്ടായി. ഗ്ലോറി ടു ഗോഡ്. സർവശക്തന്റെ നിഴലിൻ കീഴിൽ അപ്പൊ വാസം ചെയ്യണം, പാർക്കണം. ഞാൻ അവനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ എന്റെ വീട്ടിനകത്ത് കയറുമ്പോൾ ദൈവ സാന്നിധ്യം ഞാൻ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നു? അറിയുന്നതാണോ, അനുഭവിക്കുന്നതാണോ? അതോ ഈ വീട്ടിനകത്ത് എനിക്ക് എന്ത് ചെയ്യണ്ട, കയറണ്ട, അകത്ത് കയറുമ്പോ തന്നെ എന്ത് ഓടിക്കളയാൻ തോന്നുന്നു. ഇവിടെ എനിക്കൊരു അല്പം പോലും സമാധാനം. അകത്താര് വാസമില്ല, അത്യുന്നതൻ വാസം ചെയ്ത് അവൻ ഇമ്മാനുവേലായി നിന്റെ ഭവനത്തിൽ. സക്കായിയോട് കർത്താവ് പറഞ്ഞെന്താ? ഇന്ന് എനിക്ക് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് വരാന്നല്ല. നീ എത്ര ബിസി ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന്. സക്കായിയുടെ വീട്ടിലൊന്ന് വാസം ചെയ്തെങ്കിൽ പ്രിയമുള്ളവർ, ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അകത്ത് വാസം. അകത്തവൻ വാസം ചെയ്താൽ മന്ദിരത്തിൽ ബലവും ശോഭയും ഉണ്ടാവും. മന്ദിരത്തിൽ എന്തുണ്ട്? ബലം. ആരെ ബലം? ദൈവത്തിന്റെ. ആരെ ശോഭ? ദൈവത്തിന്റെ. മന്ദിരത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ നിഴലിൽ നിന്നൊരല്പം വ്യതിയാനം വന്നാൽ ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ നിനക്ക് ആ നിഴലില്ലാതെ ഒരു ദിവസവും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യും? നീ തിരിച്ചറിയും. ആ നിഴലിനെ നീ എന്ത് ചെയ്തോണം? എപ്പോഴും തിരിച്ചറിഞ്ഞ് കൂടെ എന്ത് ചെയ്തോണം? നീ നടന്നോണം. ലോകത്തിൽ നിന്ന് ഒരാശ്വാസവും നിനക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. എങ്ങനൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതിന്റെയൊക്കെ പുറകെ പോയതിന്റെ തിക്താനുഭവങ്ങളാണ് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ സ്വസ്ഥത, സാന്നിധ്യത്തിന്റെ, സാമീപ്യത്തിന്റെ അനുഗ്രഹം, സംരക്ഷണം, കംഫർട്ട് നമ്മൾ ജീവൻ ചെയ്യണം, അനുഭവിച്ചറിയണം. അവിടെ എത്ര സുരക്ഷിതത്വം, എത്ര ശാന്തം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. 17-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം.
ആ, എന്നെ ചുറ്റി വളയുന്ന ഈ പ്രാണശത്രുക്കൾക്ക് ഈ എന്താണ് ലക്ഷ്യം? നിന്റെ പ്രാണനെ എന്ത് ചെയ്യണം? എവിടെ കൊണ്ടുപോകണം? നരകത്ത്. ഇന്ന് പലപ്പോഴും തിരിഞ്ഞു കിടക്കുക. ആത്മാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രാണശത്രു ആരായി മാറും? ആത്മാവിനെ രക്ഷിക്കാൻ നോക്കണവര് അവരെ ബദ്ധശത്രു ആരായി മാറും. കർത്താവിനെ പോലും എന്ത് ചെയ്തു? എല്ലാവരും രക്ഷിക്കാൻ വന്ന കർത്താവിനെ ക്രൂശിച്ചു. ശിഷ്യന്മാർ അത് എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ക്രൂശിച്ചു. മനസ്സിലാകുന്നുണ്ട്? എന്റെ പ്രാണശത്രുക്കൾ എന്തിനെ വേട്ടയാടും? എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ എന്ത് ചെയ്യണം? മറയ്ക്കണം. നിന്റെ ചിറകിന്റെ കീഴിൽ എന്നെ എന്ത് ചെയ്യണം? മറച്ചു കൊള്ളണം. ഇവിടെ നമ്മൾ 4-ാമത്തെ വാക്യത്തിന്റെ 2-ാം പകുതി 91-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ തൂവലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയും, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്ത് ചെയ്യും? നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നീ എന്ത് ചെയ്യും? ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. സമാഗമന കൂടാരം ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പ്രാകാരത്തിൽ എന്തൊക്കെ വേണം, വിശുദ്ധ സ്ഥലത്തിൽ എന്തൊക്കെ വേണം, അതിവിശുദ്ധ സ്ഥലത്തിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിവിശുദ്ധ സ്ഥലത്തിൽ നിയമപ്പെട്ടകം എന്ത് ചെയ്തു? അത് എങ്ങനെ വെക്കണം, എന്തിനാൽ ഉണ്ടാക്കണമെന്നും ഈ നിയമപ്പെട്ടകത്തിനകത്ത് എന്ത് വെക്കണമെന്നും പുറത്തെന്ത് ചെയ്യണമെന്നും പറഞ്ഞു. അകത്ത് വെക്കാൻ പറഞ്ഞത് ദൈവം കൊടുത്ത കൈ കൊണ്ട് എഴുതിയ കൽപ്പലക വെക്കണം. അല്ലെങ്കിൽ ജനം തള്ളിക്കളഞ്ഞതാണ്, അതിനെ വെക്കണം. വചനത്തെ വെക്കണം. അവർക്ക് എല്ലാ ദിവസവും ദൈവം മന്ന എന്ത് ചെയ്തു? കൊടുത്തു. പൊഴിച്ച മന്ന അടയാളമായിട്ട് ഈ പെട്ടകത്തിനകത്ത് എന്ത് ചെയ്യണം? വയ്ക്കണം. അഹരോന്റെ തളിർത്ത വടി എന്ത് ചെയ്യണം? ഇതിനകത്ത് എന്ത് ചെയ്യണം? വയ്ക്കണം. പുറത്തോ ചിറക് വിടർത്തി നിൽക്കുന്ന കെരൂബിനെ എന്ത് ചെയ്യണം? വയ്ക്കണം. ഈ കാര്യത്തിന്റെ ഈ കെരൂബിന്റെ ചിറകിന്റെ മധ്യത്തിൽ ദൈവം എന്ത് ചെയ്യും? തന്റെ മഹത്വം വെളിപ്പെടുത്തും. നീയാകുന്ന പെട്ടകത്തിൽ അവന്റെ ചിറകിന്റെ കീഴിൽ നീ വരണമെങ്കിൽ, ആ കെരൂബിന്റെ ചിറകിന്റെ കീഴിൽ നീ വരണമെങ്കിൽ, അവന്റെ മന്ദിരവും അവന്റെ പെട്ടകവുമായ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വചനം വരണം. വചനത്തിലെ തളിർപ്പ് വരണം. പൗരോഹിത്യത്തിന്റെ കാര്യം വന്നപ്പോ, തർക്കവും വിഷയങ്ങളും വന്നപ്പോൾ, ദൈവം തെരഞ്ഞെടുത്തവനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വടി എന്ത് ചെയ്തു? വെട്ടിയെടുത്തിട്ടു. അത് പിറ്റേ ദിവസം തളർക്കുന്നുണ്ടെങ്കിൽ ആ കൊലത്തെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസത്തിൽ അത് തളർത്തു കൂത്തു. പ്രിയമുള്ളവരെ, നിന്റെ മേലൊരു ദൈവത്തിന്റെ വിളി ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ, ആ വചനത്തിന്റെ തളർപ്പെന്ന വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ, എവിടെ വെട്ടിയെടുത്തിട്ടാലും അവിടെ കിടന്ന് തളിർക്കും. ഹല്ലേലൂയ. പക്ഷെ അത് പെട്ടകത്തിനകത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. ഈ പെട്ടകം നീയാകുന്ന പെട്ടകമാണ്, സഭയാകുന്ന പെട്ടകമാണ്. ഈ പെട്ടകത്തിനകത്ത് എന്ത് ചെയ്തു? വചനം വെച്ചു, ജീവന്റെ മന്ന വച്ചു. ഈ പെട്ടകം അതിന്റെ രീതിയിൽ വെച്ചപ്പോ, ചിറകുകൾ വിടർത്തുന്ന കെരൂബിന്റേത് വെച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണത്. ആത്മാവ് സഭകളോട് സംസാരിക്കും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത്യുന്നതിന്റെ ചിറകിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങോട്ടാ പോകുന്നത്? ഏതാണ് നിന്റെ മറവിടം? എവിടെയാണ് നീ ഒളിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. പരസ്യമായി ദൈവം വച്ചിരിക്കുന്നു, ഏത് മനുഷ്യനും ഒളിക്കാനുള്ള ഒരു ഇടമാണ് ക്രൂശ്. അന്ന് പെട്ടകത്തിനകത്ത് അക്ഷരികമായിട്ടുള്ള കാര്യങ്ങളാണ് വച്ചിരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിലോ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട, കല്ലിൽ കൊത്തിയ എഴുതപ്പെട്ട വചനത്തെ നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? എഴുതും. പെട്ടകത്തിൽ അത് എഴുതിയിട്ടുണ്ടോ? അത് വച്ചിട്ടുണ്ടോ? അത് സൂക്ഷിക്കുന്നുണ്ടോ? വചനത്തിന്റെ വെളിപ്പാട് ആരും നിനക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് സഭയിലൂടെ നിന്റെ ഉള്ളത്തിലോട്ട് വ്യാപരിക്കുമ്പോൾ വചനത്തിന്റെ വെളിപ്പാട് നിന്റെ ഉള്ളത്തെ സ്പർശിക്കുന്നുണ്ടോ? പുതിയ തളർപ്പ് വരുന്നുണ്ടോ? മനസ്സിലായോ? രക്ഷിക്കാനാണ് ഈ വചനം പരിശുദ്ധാത്മാവ് സംസാരിക്കണേ, നശിക്കാനല്ല. പറയുമ്പോ വേണം ഇങ്ങനെ പറയും. എന്താണ് ഈ വാക്യം എടുത്തങ്ങ് പറയും. എന്താ? അവൻ തന്റെ ചിറകിന്റെ കീഴിൽ. എന്താ ചിറക്? അതിന്റെ കീഴിൽ എന്താണ്? ആ കീഴിൽ ഇരിക്കേണ്ടിയതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. ഈ 3 കാര്യം. വചനം ഹൃദയത്തിൽ, ആത്മാവ്. ഇന്ന് പ്രഭാതത്തിലും എഴുതിയോ? ആത്മാവിലാവുക. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എല്ലാ വചനങ്ങളിലൂടെ എപ്പോഴും ഇത് തരണമെന്നില്ല.
നിന്റെ നാവാണ് നിന്നെ കെട്ടിയതെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിനാൽ നീ അത് എടുത്തു പറയുമ്പോൾ ആ ബന്ധനം നിനക്ക് കഴിയും. അവന്റെ മഹത്വം അവിടെ ഇറങ്ങും. അന്ന് പുരോഹിതന്മാർക്ക് പോലും അടുത്ത് ചെല്ലാൻ കഴിയാതിരുന്ന പ്രശ്നം എന്ത് ചെയ്തു? നേരിട്ടെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വരാം, 19-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം. അന്ന് കെരൂബുകൾക്ക് മധ്യത്തിൽ ദൈവത്തിന്റെ പെട്ടകം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിക്കുമ്പോൾ കാലിൽ ചങ്ങല എന്ത് ചെയ്യണം? ഇടണം. ഇന്ന് നമ്മളെ കാലിൽ ചങ്ങല ഇട്ടുകൊണ്ടാണോ ആരാധനയ്ക്ക് ഇരിക്കുന്നത്? നമ്മൾ ഇരിക്കുന്ന ഇടം എവിടെയാണ്? ഹല്ലേലൂയ. അവൻ എനിക്ക് പാർപ്പിടമാണ്, വാസസ്ഥലമാണ്. അവന്റെ മഹത്വം ഇറങ്ങി വരുന്ന പെട്ടകമാണ്. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ. ലോകത്തിലുള്ള താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ ജീവിതം പാഴാക്കരുത്. അവന്റെ മഹിമ വഹിക്കുന്നവരായി മാറുവിൻ. വായിച്ചാട്ടെ. സഹോദരന്മാരെ, കണ്ടോ, യേശു തന്റെ ദേഹം എന്ന തിരശീല, പ്രിയമുള്ളവരെ, അതിപരിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അവിടെ ഒരു തിരശീല കിടപ്പുണ്ട്. അതിനപ്പുറത്താണ് ദൈവത്തിന്റെ മഹിമ ഇറങ്ങുന്നത്. അവിടെ മഹാപുരോഹിതന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രവേശിക്കാൻ പറ്റൂ. എന്നാൽ യേശുവോ തന്റെ ദേഹമെന്ന തിരശീല ചീന്തിയാൽ പിന്നെ അടുത്തെന്താണ്? അപ്പൊ ദേഹമാണ് ദൈവത്തെ സന്ധിക്കാൻ എന്ത് തടസ്സം? ജഡമാണ് തടസ്സം, ശരീരമാണ് തടസ്സം, ശരീരത്തിലെ പാപങ്ങളാണ് തടസ്സം. പക്ഷേ ദേഹമെന്ന തിരശീല, എന്റെ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ട് പാപത്തിന്റെ ശിക്ഷാവിധി ക്രൂശിൽ ഏൽപ്പിക്കുമ്പോൾ അവന്റെ ദേഹമെന്ന തിരശീല മകൾ തൊട്ട് താഴേക്ക് ചിന്തിയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് വിശ്വാസത്താൽ ആത്മാവിൽ വലിയവനായ ദൈവത്തെ അപ്പുറത്തേക്ക് കടക്കുവാൻ, ചിറകുകൾക്ക് നടുവിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹിമ അന്ന് മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്ന അന്നത്തെ കാലത്തെ മാറ്റി ക്രൂശിൽ തന്റെ ദേഹമെന്ന തിരശീല ചിന്തിയപ്പോൾ ഇവിടെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലർക്കും ഒരുപോലെ പ്രവേശിക്കാനുള്ള അനുമതി തരുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത്? നിന്റെ പാർപ്പിടം എവിടെയാണ്? നിന്റെ വാസസ്ഥലം എവിടെയാണ്? ആരുടെ നിഴലിന്റെ കീഴിലാണ് നീ ആയിരിക്കുന്നത്? നീ ആരോടാണ് പറ്റിച്ചേരുന്നത്? ആരെ അറിയാനാണ് നീ ആഗ്രഹിക്കുന്നത്? നീ എന്തിനു വേണ്ടിയിട്ടാണ് നിലവിളിക്കുന്നത്? ഉൾക്ക കല്ലാണ്, വലിയ കല്ലാണ്. അത് ഈ ഭൗമമണ്ഡലത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അത് കല്ലാണ്. ഈ ഭൗമമണ്ഡലത്തിന്റെ അകത്തോട്ട് ഇടിച്ചു കയറിയാൽ അത് തീയാവും. ദൈവത്തിന്റെ വചനം നിനക്ക് അറിയാം, പക്ഷെ ഇത് അറിവായിട്ട് കടക്കുമ്പോൾ ഇത് കത്തില്ല. ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൽ ഇടിച്ചിറങ്ങുമ്പോ ജ്വലിക്കും, ഇല്ലെങ്കിൽ അനങ്ങത്തില്ല. കറങ്ങി 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 കിടക്കും. വിശ്വാസ ജീവിതത്തെ കറങ്ങി 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 കിടക്കും. കാലങ്ങളായാലും ഒരു ഉൾക്ക കത്താത്തത് പോലെ, പ്രകൃതിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ കറങ്ങി കറങ്ങി കിടക്കുന്നത് പോലെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കല്ല് പോലെ എന്ത് ചെയ്യും? ജീവിതം കറങ്ങി തീരും. അതിനു മുമ്പ് ദൈവം നൽകിയിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ നിനക്ക് എന്തറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി നീ ജ്വലിക്കും, നീ ദൈവത്തിന് വേണ്ടി നീ കത്തും. ദൈവത്തെ ഭയപ്പെടുക. 91-ാം സങ്കീർത്തനം നമുക്കെല്ലാം വായിക്കാൻ അറിയുന്നതാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതം, ഞാൻ ഓടി ഒളിക്കുന്ന ഇടം. ഏത് പോരാട്ടം വന്നാലും എന്ത് വിഷയം വന്നാലും എനിക്ക് ഓടി ഒളിക്കാൻ ഒരു ഇടമുണ്ട്. ഹല്ലേലൂയ. ക്രൂശിന്റെ ചോര ഞാൻ ആശ്രയിക്കുന്ന എന്റെ, ആ കണ്ടോ പദം കണ്ടോ? എന്റെ എന്ന് വെച്ചാൽ എന്റെ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ തീവ്രമായ ബന്ധമാണ്. ദൈവം ആരാണ്? എന്റെ. ഞാൻ അവന്റെ വീട്ടിലാണ് താമസം, അവൻ എന്റെ വീട്ടിലാണ് താമസം, അവൻ എന്നിലാണ് വസിക്കുന്നത്, അവന്റെ വചനം എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും എന്റെ ദൈവം. ഹല്ലേലൂയ. ആദ്യം പറയുന്നത് എന്താ അറിയോ? അവൻ നിന്നെ, അവൻ നിന്നെ. ആര്? ഏത് നിന്നെ? നിന്നെ അല്ല, പറ്റിച്ചേരുന്നവൻ, നാമത്തെ അറിയുന്നവൻ, ഇതറിഞ്ഞ് വിളിക്കുന്നവൻ, സർവശക്തൻ ആരാണെന്ന് തിരിച്ചറിയുന്നവൻ, അത്യുന്നതനെ തിരിച്ചറിഞ്ഞ, വാസമാക്കിയവൻ,
പാർപ്പിടമാക്കിയവൻ, അവന്റെ നിഴൽ തിരിച്ചറിഞ്ഞവൻ, ആ നിഴലിന്റെ കീഴിൽ നടക്കുന്നവൻ, അവന് ദൈവം ഒരു പ്രൊട്ടക്ഷൻ തരും. അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരെ കണ്ണിൽ പെട്ടിരിക്കുകയാണ്? പിശാച്. അവൻ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്? വേട്ടക്കാരൻ. വേട്ടക്കാരൻ 2 ടെക്നോളജി ഉപയോഗിക്കും. ഒന്ന്, പിന്തുടർന്ന് എന്ത് ചെയ്യും? വേട്ടയാടും. ആക്രമണ ശൈലിയാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. 2, ട്രിക്ക്, തന്ത്രം, വല വിരിക്കും. അവൻ ഡയറക്റ്റ് ആയിട്ട് നിന്നെ എന്ത് ചെയ്യും? വേട്ടയാടും. ഡയറക്റ്റ് ആയിട്ട് നിന്നെ അവന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്ത്രം ഉപയോഗിക്കും. സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ ആത്മാവ് നിത്യതയിൽ എന്ത് ചെയ്യരുത്? കടക്കരുത്. നിന്നെ കുറെ കാലം നോവിച്ചു വിടാനല്ല അവന്റെ പദ്ധതി. നിന്നെ ഇരുത്തി കരയിപ്പിക്കാനല്ല പദ്ധതി. നിന്നെ പട്ടിണി ഇരുത്തുക എന്നുള്ളതല്ല പദ്ധതി. നിനക്കൊന്നും തരാതെ വിട്ടിട്ട് കറക്കുക എന്നുള്ളതല്ല അവന്റെ പദ്ധതി. കാണുന്നതൊക്കെ അവൻ നിനക്ക് എന്ത് ചെയ്യും? തരുമേ. പക്ഷെ നിന്നെ ദൈവത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? വേട്ടയാടും. അവൻ എന്ത് ചെയ്യും? തന്ത്രപരമായി വല എന്ത് ചെയ്യും? വിരിയും. ഫൈനൽ ആൻഡ് ലാസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. കർത്താവിന്റെ ഓരോ ആസനമാണ്. ഇത്രയൊക്കെ നമ്മളായിട്ട് ഇതിലും നമ്മളുടെ സംസാരത്തിലും വചനത്തിലും നമ്മളുടെ നിശ്ചയത്തിലും നമ്മളുടെ ദൈവികമായ കാര്യത്തിലും ദൈവവേലയിലും നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണം. ചില അനുഭവങ്ങളിലൂടെ ദൈവം എന്ത് ചെയ്യും? നമ്മളെ നടത്തും. കൈവിടാനല്ല, നിന്നെ മറയ്ക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ. വേട്ടക്കാരൻ വേട്ടയാടും, പക്ഷെ പിടിക്കത്തില്ല. അവൻ വല വിരിക്കും, ദൈവം സംരക്ഷിക്കും. അല്ലെ? ഇതിപ്പോ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചിന്തിക്കാം. അവരവരുടെ വിഷയം വെച്ച് എന്ത് ചെയ്യാം? ചിന്തിക്കാം. അത് പൂർണ്ണമായ പോഷത്വം. നിന്റെ കാര്യമല്ല, നിന്റെ ആത്മാവിനെ അടിച്ചുകൊണ്ടുള്ള കാര്യമാണ് സൂക്ഷിക്കുന്നത്. മനസ്സിലാകുന്നു? അല്ലെങ്കിൽ കൊണ്ടു ആദാം മനുഷ്യനെ മുതൽ ഈ അന്ത്യകാലം 850 കോടി ജനത്തിനെ അവിടെ ഇട്ട് കറക്കണവനാണ് നിന്നെ തെറ്റിക്കാൻ വലിയ പാട്. അന്ന് മുതൽ വഞ്ചനകൾ കൊണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് കൂടെ എടുത്ത ആളാണ് ആര്? സാത്താൻ. അവനാണ് വേട്ടക്കാരൻ. ബി കെയർഫുൾ. ഈ കെണി ഏതാണ്? പല ചതികളുണ്ട്. യോശുവയുടെ പുസ്തകം 23:13 നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ കണ്ടോ. എന്തോ ഒരു കാരണം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? എന്നെ അല്ല ഇഷ്ടം. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? അവരോട് പറഞ്ഞ കാര്യമാണ്. എല്ലാവരും ഏറ്റെടുക്കണമെന്നൊന്നുമില്ല. അവരോട് ആലോചിച്ചാൽ എന്നെ നിങ്ങൾക്ക് എന്തല്ല? എന്റെ ആരാധനയോ എന്റെ കൂട്ടായ്മകളോ എന്റെ പ്രാർത്ഥനകളോ എന്റെ മന്ദിരമോ എന്റെ ഭവനമോ ഒന്നും നിങ്ങൾക്ക് എന്തല്ല? വിഷയമല്ല. പക്ഷെ മാമന്റെ മൈനീര്, മച്ചന്തീര്, ചെറിയച്ഛന്റെ, ഇളയച്ഛന്റെ, മൂത്തപ്പന്റെ, അമ്മായിര്, ഏറ്റവും ഇളയ സഹോദരിയുടെ മോളെ കല്യാണം ഞായറാഴ്ച ആരാധന എന്ത് ചെയ്യും? മുടക്കും. കൊച്ചപ്പന്റെ, വലിയപ്പച്ചന്റെ, തേച്ചപ്പന്റെ വിലവിളി ഞായറാഴ്ച പോയി. അവസാനം എന്ത് ചെയ്തു? ഇതുപോലെ ഇരിക്കും. ആത്മാവിന്റെ ചൈതന്യം എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? വിചാരിക്കുന്നത്. പിന്നത്തേതിൽ എന്ത് ചെയ്യും? സംസാരത്തിലും പ്രവൃത്തിയിലും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ കൃത്യം ദുരാത്മാവ് പിടിച്ചാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും? വെളിയിൽ വരും. ചിന്തിക്കണം എന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. പറയണതും ചെയ്യണതും എല്ലാം എന്താണ്? ദുരാത്മാവ്. ഭോഷ്കും ഒരാളിനെ കുറിച്ച് പഴിയും ദുഷിയും അപവാദം, ദുഷിച്ച സംസാരം, അസൂയയിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങൾ, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആണോ? ആണോ? ഭിന്നത ഉണ്ടാക്കുന്നു, പിണക്കം ഉണ്ടാക്കുന്നു, വെടക്കുണ്ടാക്കുന്നു, ഇടർച്ച ഉണ്ടാക്കുന്നു. ദൈവാത്മാവാണോ? സ്നേഹം അണപൊട്ടി ഒഴുകുന്നു. പിടിച്ചു നിർത്താൻ പറ്റണില്ല ദൈവസ്നേഹം. അങ്ങനെ വല്ലതും ഉണ്ടോ? സമാധാനം, ദൈവത്തോടുള്ള സമാധാനം എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കിക്ക്. സമാധാനം വല്ലതും കാണുന്നുണ്ടോ? അവരവരുടെ കാര്യം പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമാധാനം ഉണ്ടോ? ദൈവത്തോടുള്ള ഒരു സാമീപ്യം ഉണ്ടോ? ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞായറാഴ്ച വന്ന് ആരാധിക്കുമ്പോഴുള്ള ആത്മാവിൽ അവക്കല്ല, അല്ലാതെ ചില വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ തരുമ്പോൾ, ചില ചോദ്യങ്ങൾക്ക് വചനത്തിലൂടെയുള്ള മറുപടി തരുമ്പോൾ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? അതിലാണോ രസിക്കുന്നത്? അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് അതിലാണോ ഞാൻ സന്തോഷിക്കുന്നത്? അതിലാണോ ഞാൻ പ്രമോദിക്കുന്നത്? സ്വത്രം നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്റെ സന്തോഷം അവനാണ്. അവന്റെ ആത്മാവാണ്. അവൻ എനിക്ക് തരുന്ന ജീവനാണ്. ജീവന്റെ വെളിച്ചമാണ്. ജീവന്റെ വെളിപ്പാടാണ്. അതിന്റെ സമൃദ്ധിയാണ്. സമൃദ്ധിയായ ജീവൻ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു. ജാതികൾ നിനക്ക് എന്താവും? വായിച്ചാട്ടെ. ഞാൻ അവരെ എന്ത് ചെയ്യത്തില്ല, നീക്കി കളയല്ലെന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെ ആ ബന്ധം നിനക്ക് നിൽക്കും.
ശരിക്കും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായിട്ടുള്ള ബന്ധം അവർ നിമിത്തം നിനക്ക് നഷ്ടപ്പെടും. നീ സൂക്ഷിച്ചോ. ഒരു പ്രാർത്ഥന നിന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നില്ല, വയ്ക്കുന്നില്ല. പക്ഷെ ഒരു ചടങ്ങ് വന്നാൽ എന്ത് ചെയ്യും? നീ പോവുകയും ചെയ്യും, നിന്റെ വീട്ടിൽ അവരെന്ത് ചെയ്യും? വരികയും ചെയ്യും. അവസാനം ഇത് എന്തായി മാറി? സാത്താന്റെ കെണിയാണ്. വായിച്ചാട്ടാ, വരൂ, താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. നീക്കി കളയില്ലെന്നും യഹോവ ഈ നല്ല ദേശം, നമ്മളെ സംബന്ധിച്ച് ഈ നല്ല ദേശം ഏതാണ്? സിയോൻ, കനാൻ, നിത്യ കനാൻ. ഈ നല്ല ദേശത്തിൽ നിന്ന് നിങ്ങൾ അവിടെ നശിച്ചു പോകും വണ്ണം അവർ നിങ്ങൾ ചെന്ന് ഇണയില്ല പിണ കൂടിയത് നിമിത്തം നിങ്ങൾക്ക് കൊടുക്കും. കണ്ടോ? കെണി, വിലാപ്പുറത്ത് ചമ്മട്ടി കൊണ്ട് അടി, കണ്ണിനകത്ത് മുള്ള് ആയിരിക്കും. ആര്? നിന്റെ ബന്ധം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെയാണോ നിന്റെ ബന്ധം? ഈ കെണിയാണ്. മനസ്സിലാവണുണ്ടോ? പാസ്റ്റർ കുത്തു കൊള്ളണതും കുത്തണതും വ്യത്യാസമുണ്ട്. കുത്തു കൊള്ളും. അരിമനാഥന്റെ ചങ്കത്ത് പടയാളി ചെന്ന് കുന്തം കൊണ്ടിട്ട് ഇങ്ങനെയല്ല ഇത് കുത്തി അപ്പുറത്തിറക്കി. അവന്റെ രക്തമാണ് നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോ കുത്തുകൊണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അനുദപിച്ചു, മാനസാന്തരപ്പെട്ടു. ഈ അനുഭവം നമ്മൾ മുഖാമുഖം കാണും. അതിന്റെ ആ ഒരു ചൈതന്യം പ്രത്യാശ നമുക്ക് വരണം. ബാക്കിയെല്ലാം ഈ കെണി, ഈ ട്രാപ്പാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മറ്റൊരു ട്രാപ്പുണ്ട്. 119 സങ്കീർത്തനം 110 വേണം. ദുഷ്ടന്മാരുടെ പരിപാടി എന്താണ്? കെണി. അവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വേറെ തിരിച്ച് അവന് കെണി വെക്കുകയല്ല എന്റെ ജോലി. ഞാൻ എന്ത് ചെയ്യും? ദൈവം എനിക്ക് തന്ന പ്രമാണത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിൽ നിൽക്കും. ദുഷ്ടൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കെണി വെച്ചോണ്ടിരിക്കും. കാര്യം അവന്റെ പുറകിൽ ആരാണ് ഇരിക്കണേ? ഇവിടെ കർത്താവ് പറഞ്ഞെന്താ? അവൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വേട്ടക്കാരൻ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. വേട്ടക്കാരൻ ജാതികളിലൂടെ എന്ത് ചെയ്യും? വരും. അത് നിനക്ക് കണ്ണിൽ അതിന്റെ ആത്മീയ കണ്ണുപോലും എന്ത് ചെയ്യും? കുത്തി പൊട്ടിക്കുന്നു. പിന്നെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അത് നിനക്ക് കൊടുക്കാം. കെണിയോ ഊരിപ്പോ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. സങ്കടമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒത്തിരി പേര് ഈ പറഞ്ഞ പല പല കാര്യങ്ങളിലോട്ടൊക്കെ ബന്ധം പുലർത്തി അവസാനം എന്ത് ചെയ്തു? വിശ്വാസം വരെ എന്ത് ചെയ്തു? തിരിച്ചു. നിത്യജീവൻ ബലാത്കാരം ചെയ്യണം. ബലാത്കാരം ഇല്ലെങ്കിൽ ശത്രു നിന്നെ ബലാത്കാരം എന്ത് ചെയ്യും? അവൻ വാതിൽക്കലുണ്ട്. അവൻ നിന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് നീ അവനെ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ അവന്റെ ആഗ്രഹം നിന്നോടാണ്, വേറെ ഒന്നിനോടല്ല, നിനക്കുള്ളതിലുള്ളതൊന്നുമല്ല, നിന്നോടാണ് അവന്റെ ആഗ്രഹം. അവൻ നിനക്ക് എന്ത് ചെയ്യും? കെണി വയ്ക്കും. കർത്താവ് പറഞ്ഞ എന്താണ്? ഈ കെണിയിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? ചില കെണി ഒറ്റ അടിച്ചാവും, ചില ട്രാപ്പ് കുഴിയിൽ വീഴുന്ന അവിടെ കിടക്കും, വലയിൽ വീഴുന്ന ഉടക്കി കിടക്കും. മറ്റു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പക്ഷി കെണിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ പിശാചൊരുക്കിയ കെണിയിൽ ഞാൻ എന്ത് ചെയ്തതാണ്? വീണതാണ്. അവൻ അതിനെ കൊണ്ട് കശാപ്പ് ചെയ്യണതിന് മുമ്പ് ദൈവം തമ്പുരാൻ എന്നെ അതിൽ നിന്ന് വിടുവിച്ചതാണ്. ആ വിടുതലോടെ ഞാൻ എന്റെ എവിടോട്ടോ പറന്നുപോയി. ദൈവത്തിന്റെ വാസമുള്ളിടത്ത് ഇന്നെനിക്ക് പറന്നു വരാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ആ കെണിയിൽ ഞാൻ 140:5 കണ്ടോ? ഗർവികൾ എന്ന് പറഞ്ഞ എന്താണ്? നെഗളം. ദൈവത്തിന്റെ മുൻപാകെ, സഭയ്ക്ക് മുൻപാകെ വിനയപ്പെടുന്നില്ലെങ്കിൽ, താഴ്മപ്പെടുന്നില്ലെങ്കിൽ, സബ്മിസീവ് ആകുന്നില്ലെങ്കിൽ ആ വ്യക്തി ആരായി മാറും? ഗർവി, നെഗളം. ഗർവികൾ എന്ത് ചെയ്യും? കണ്ടോ? വേട്ടക്കാരന്റെ ചില ആയുധങ്ങൾ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യും? കാണും. പക്ഷെ ഈ ഗർവികളുടെ ആയുധം എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. കാരണം ഈ ആയുധം അവരെന്ത് ചെയ്യണം? ബി കെയർഫുൾ. കൂടെ എന്ത് ചെയ്യും? കാണും. പക്ഷെ ആയുധം എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. മുൻപല്ല എന്ത് ചെയ്യും? ചിരിക്കും. അകപ്പല്ല എന്ത് ചെയ്യും? കടിക്കും. ആയുധം എവിടെയുണ്ട്? അകത്തും പുറത്തും മറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. നഗളം. ബി കെയർഫുൾ. അതാണ് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞത്. ആത്മീയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് താഴ്മ. അടുത്ത പടി വീണ്ടും താഴ്മ.
അടുത്ത പടി ആത്മീയത്തിലെ വളർച്ച താഴ്മയാണ്, വിധേയത്വമാണ്. ഗർഭികൾ എന്ത് ചെയ്യും? കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അകപ്പെട്ടില്ല, അതിനു മുമ്പേ വരിഞ്ഞു കെട്ടാനുള്ള കയറും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ എന്നെ കെണിയിൽ നിന്ന് എന്ത് ചെയ്യും? വിടിയിരിക്കും. കെണി എന്താണെന്ന് അറിയണ്ടേ? കെണി എന്താണെന്ന് പറയണമെങ്കിൽ വചനം തന്നെ പറഞ്ഞു തരണം. അല്ലാതെ ഞാൻ ഒരു കെണിയിൽ പെട്ടിരിക്കുന്നു, സ്വതന്ത്രം. ആ കെണി എന്താണ്? ആ കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെണിയാണ്. ഇവിടെ സാത്താന്റെ കെണിയാണ് ഞാൻ പറയുന്നത്, അല്ല തന്നെത്താനുള്ള കാര്യവും കെണിയല്ല. ഗർവികൾ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അന്യപ്പെടുന്ന, ഓടിക്കളയുന്ന, സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത, സബ്മിസീവ് ആവാൻ ഇഷ്ടപ്പെടാത്ത, നെഗളം. സ്വർഗത്തിൽ പോലും ദൈവം എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് സാത്താനെ വെട്ടി താഴട്ടെ? നെഗളത്തിന്റെ കൂട്ട് പരിപാടികളാണ് ബാക്കിയെല്ലാം. നെഗളത്തിന്റെ കൂട്ട് സഹോദരങ്ങളാണ് ബാക്കി എല്ലാ പാവങ്ങളും. അതുകൊണ്ടാണ് ദൈവം അതിനെ വെട്ടി നിലത്തിട്ടപ്പോ നിലത്തെ മണ്ണിൽ നിന്നാണ് മനുഷ്യ എടുത്തത്. ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? നെഗളിക്കരുത്. എന്നിട്ട് മനുഷ്യ എന്ത് ചെയ്യുന്നു? 10 ദിവസത്തിനകത്ത് എന്ത് ചെയ്യും? മണ്ണി ചേരും. 10 ദിവസം മതി ഈ ശരീരം എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഇന്ന് ഈ സഭകളിൽ ആൾക്കാർ കൂടുന്ന എന്താണെന്നറിയോ? യേശുവിനെ കാണാനല്ല, ഗാന്ധിജിയെ കാണണം. യേശു എവിടെ? യേശു വേണോ ഗാന്ധിജി വേണോ? പറയൂ. കെണി സാമ്പത്തികം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് മൂല്യമുള്ള കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രമേ സാമ്പത്തികം ആവൂ. മൂല്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സാമ്പത്തികം ഉപയോഗിച്ചാൽ ഇനി എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിലും അതിന് മൂല്യമില്ല. മൂല്യം ഉണ്ടാകുന്നത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഒരുത്തന് വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഒരുവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മൂല്യമുണ്ട്. ഒരു നേരത്തെ മരുന്ന് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ മൂല്യമുണ്ട്. കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനൊന്നുണ്ട് മൂല്യമുണ്ട്. അതായത് 500 ഒരു നോട്ടിരിക്കുന്നു. കഷ്ടത്തിലിരിക്കുന്ന ഒരാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, മകനെ പാതി പൈസ നീ എന്ത് ചെയ്യും? നീ അങ്ങനെ കൊടുക്കും. ഇത് 500 ഒറ്റ നോട്ടാവാൻ വേണ്ടിപ്പെട്ട പാട് തന്ന ദൈവത്തിന് സ്വോത്രം. നീ വന്നതിനെ 2 വന്നിരിക്കണോ? പറഞ്ഞത് ആരെയാണ്? എന്നിട്ടുണ്ട് കാഹളനാദം കേൾക്കുമ്പോ ഇവിടെ ആത്മാവ് പറയുന്ന കാര്യം ഇവിടെ എന്ത് ചെയ്തില്ല, കേട്ടില്ല. എന്നിട്ട് പറയണം ഈ ശബ്ദം നീ കേൾക്കാതെ എങ്ങനെ കാഹളം കേൾക്കും? വായിച്ച വാക്യത്തിൽ ഗർവൻ എന്ത് ചെയ്യും? ദൈവമേ, നീ തന്നെ ഈ കെണിയിൽ നിന്നും ഗർവി നിന്നെ എന്ത് ചെയ്യും? നീ പോണ വഴി ആർക്കറിയാം? നീ പോകുന്ന വഴി സിയോനിലേക്കാണ് നിന്റെ വഴിയെങ്കിൽ നിന്നെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? കൊടുക്കണം. ആര് വയ്ക്കും? ആരോട് ഗർവി? ദൈവത്തോട്, ദൈവാത്മാവിനോട്, വചനത്തോട് ഗർവിയായവൻ. നിന്റെ വഴി അവനറിയാം. അവൻ കെണി വയ്ക്കും. നിന്റെ 1 ആരാധന മുടക്കിയാൽ, നിന്റെ 2 ആരാധന മുടക്കിയാൽ, നിന്റെ 3 ആരാധന മുടക്കിയാൽ, ഇപ്പോഴേ എല്ലാ ആരാധനയ്ക്കും വന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വായിച്ചാൽ നിന്റെ വഴിയിൽ എന്ത് ചെയ്യും? വല വിരിച്ച് എനിക്ക് പിന്നെ കുടുക്ക് വയ്ക്കും. ഈ കുടുക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ കുടുക്ക് വെച്ചിട്ട് അതിന്റെ ഹോള് വലുതാക്കിയിട്ട് കാല് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വലി ഒരു ചെറിയ വിരലെങ്കിലും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുടുക്ക് അങ്ങ് ഇറുവി കഴിഞ്ഞാൽ ആ കാല് എന്ത് ചെയ്യത്തില്ല. പിന്നെ അവിടെ കിടന്ന് കളിക്കാമെന്നുള്ളതല്ലാതെ പിന്നെ വേട്ടക്കാരെന്ത് ചെയ്യും? കെണി. ഒരു ഉപവാസ പ്രാർത്ഥനയോ ഒരു കൂട്ടായ്മ, ഒരു ആരാധനയോ, നമ്മൾ എത്രത്തോളം ഈ കെണിയും ഇതെല്ലാം ആടിച്ച് തകർത്തിട്ട് നമുക്ക് വരാൻ പറ്റും. സാത്താന്റെ കെണിയിൽ എന്ത് ചെയ്തത്? അകപ്പെടരുത്. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭം നമുക്ക് പറയാൻ പറ്റും. മൂല്യമുള്ളത് ചെയ്യും. മൂല്യമുള്ളത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, പ്രയത്നിക്കുമ്പോൾ ഉണ്ടാകും. നമ്മൾ കുറെ കാലം ജീവിച്ചു, കുറെ കഴിച്ചു കുടിച്ചു, ഒരു ദിവസം ചത്തു. അതിന് ഓരോ സ്ഥലം നിങ്ങൾ എൻ്റെ കിരീടമാണ്. ഒരു വ്യക്തിയെങ്കിലും ഈ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് എന്ത് ചെയ്യണം? വിടിയിക്കണം. അവന്റെ കെണിയും തന്ത്രം എന്താണെന്ന് എന്ത് ചെയ്യണം? ഒരാൾക്കെങ്കിലും ബോധ്യമുണ്ട്. അവൻ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ഈ കെണിയും കുടുക്കും കയറും ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? നീ അല്ലാതെ ബന്ധനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമല്ലേ? ഞാൻ ഇവിടെ നോക്കട്ടു, ബന്ധനം മാറട്ടെ. സഹോദരി തോമസ്,
ഇടവഴിയിൽ വീടും, ബന്ധനം അഴിയുന്നു. കെണി മനസ്സിലാക്കി ഒഴിഞ്ഞു പോകും. കെണി മനസ്സിലാക്കി ഒഴിഞ്ഞു പോകും. കെണി മനസ്സിലാക്കി ഒഴിഞ്ഞു. അവൻ നിന്നെ എന്ത് ചെയ്യും? ഈ കെണിയെ ബോധ്യപ്പെടുത്തി തരും. കയറും കൊണ്ട് നടക്കും, കെട്ടൂല. കുടുക്കും കൊണ്ട് നടക്കും, കുടുങ്ങൂല. കള്ളക്കുഴി കുഴിച്ച് വയ്ക്കും, വീഴൂല. ആപ്പിലായെന്ന് വിചാരിക്കും, ആവൂല. കാര്യം എന്താ? നീ വസിക്കുന്നത്, നിന്റെ ആശ്രയം, നീ പറ്റിയിരിക്കുന്നത്. അതാണ് അതിന് കാരണം. പിടിവിച്ചതാരാണ്? ദൈവം പിടിവിച്ചു. മറ്റൊരു കാര്യമുണ്ട്. സ്തോത്രം. വേഗത്തിൽ നമുക്ക് വായിക്കാം, സമയം പോയി. സദൃശ്യവാക്യം 7-ാമത്തെ 21, 22, 23. ഏറിയ ഒരു ഇൻപവാക്ക്. ഈ ഇൻപവാക്ക് സൂക്ഷിച്ചോ. ഏറിയ ഇൻപവാക്ക് വരുമ്പോ സൂക്ഷിച്ചോ. ഇതിനകത്ത് രണ്ടിതുണ്ട്. ഒന്ന് അക്ഷരാർത്ഥത്തിൽ സ്ത്രീയെ കുറിച്ചുള്ളതാണ്. ആത്മീയമായിട്ട് നമ്മളത് ചിന്തിച്ചാൽ മണവാട്ടി സഭയെ ലോകം എന്ത് ചെയ്യും? ഇൻപവാക്ക് പറഞ്ഞ് ചതിക്കും. ലോകം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ലോകത്തിലേക്കുള്ള ശുശ്രൂഷ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻപവാക്ക് പറയും. ശുശ്രൂഷയിൽ ഇൻപവാക്ക് എന്ത് ചെയ്തത്? കേൾക്കണം. വായിച്ചാട്ടെ. എല്ലാവരും അത് കണ്ടപ്പോഴത്തേക്ക് അന്തമിട്ട് അതിനകത്തോട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. സ്വതന്ത്രം ബ്രേക്ക് ഇല്ലാത്ത പോലെ. ഏറിയ ഇൻപവാക്കുകളാൽ അവൾ അവനെ വശീകരിക്കും. അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കും പാപത്തിലേക്ക്. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും. ഈ മധുരവാക്കപ്പ എന്താണ്? കെട്ടാണ്. നീ എന്ത് ചെയ്തത്? രക്ഷപ്പെടണം. ഒരു കാരണവശാലും അതിൽ നിന്ന് എന്ത് ചെയ്യല്ലേ? പുറത്തു വരുന്നത്. അത് ലോകം എന്ത് ചെയ്യും? നിങ്ങൾ കൂടേണ്ട വചനം പഠിക്കാനാണല്ലേ ഇരിക്കണേ? നിങ്ങൾ ദൈവത്തെ അറിയാനല്ലേ ഇരിക്കണേ? ആണോ? ദൈവത്തെ അറിയുന്നതാണ് വിടുതൽ. അല്ല നമ്മൾ ആവശ്യങ്ങളെല്ലാം ദൈവം അങ്ങ് നടത്തി തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളിനെ ഞാൻ കാണുന്നതല്ല. ദൈവത്തെ അറിയുമ്പോൾ നിനക്ക് വിടുതൽ. അവന്റെ നാമത്തെ അറിയണം. അപ്പൊ ഈ കുടുക്കുകളെല്ലാം എന്ത് ചെയ്യും? അഴി. ഞാൻ ആദ്യമേ പറഞ്ഞു, ആകാശം തുറന്ന് ന്യായവിധി ദൈവം എന്ത് ചെയ്തു? നടത്തി. ഭൂമി വായി വളർന്ന് ഭൂമി എന്ത് ചെയ്തു? ന്യായവിധി നടത്തി. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ഇതിന് രണ്ടിന് ഇടയിൽ ക്രൂശിൽ എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. ആർക്കും അത് മറവിടമാക്കാം, ആർക്കും വരാം. ഏത് കുടുംബാവിക്കും എന്ത് ചെയ്യാം? വരാം. അതാണ് ദൈവം വച്ചിരിക്കുന്നത്. നിനക്ക് രക്ഷ പ്രാപിക്കാൻ. ലോകത്തിന്റെ കുടുക്ക് വാക്കുകളിൽ എന്ത് ചെയ്യരുത്? നമ്മൾ ഒറ്റ വാക്ക്, ഞാൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് വിട്ടാ പോലെ. ചങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെ പക്ഷി ജീവഹാനിക്കുള്ളതെന്ന് അറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെ കരളിൽ അസ്ത്രം തറയ്ക്കുവോളം കെണി. ബി കെയർഫുൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് നമ്മളെ ജാമ്യക്കാരനാരാണ്? അത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. എല്ലാ വാക്യവും നിനക്കെന്ത് ചെയ്യാം? രക്ഷപ്രാപിക്കാം. ഓടി വരിക, മടങ്ങി വരിക. അഭയസ്ഥാനം ദൈവം വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവനോട് പറ്റിച്ചേർന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. അവന്റെ നാമത്തെ അറിഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. അത്യുന്നതന്റെ മറവിലേക്ക് നീ എന്ത് ചെയ്യും? വരിക. നീ അവനെ മാത്രം മറഞ്ഞു നിൽക്കുക. ചിലര് പിശാചിനാണ് അവരെ മറവ് പിടിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? എന്ത് ചെയ്താലും പിശാച് വെളി വരും. എന്ത് പറഞ്ഞാലും അതിനകത്ത് പിശാചിനാണ്. കാര്യം എന്താണ്? അവർ മറവ് പിടിച്ച് നിൽക്കുന്ന ആളാരാണ്? പിശാച്. അവർ ചിന്തിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ദുരാത്മാവാണ്. വിടുതൽ കിട്ടണ്ടേ? കെണിയിൽ നിന്ന് വിടുതൽ കിട്ടണ്ടേ? വേട്ടക്കാരന്റെ കെണി വീണ് ഞാൻ കൊണ്ടു. കർത്താവ് പറഞ്ഞ എന്താ? നിന്നെ ഞാൻ എന്ത് ചെയ്യും? വഴി ഇതാ. അല്ല, ഈ ഒരൊറ്റ വാക്യം കൊണ്ട് കർത്താവ് എനിക്ക് 2003 രക്ഷിക്കപ്പെട്ട സമയത്തിൽ തന്നെ എനിക്ക് തന്നൊരു വചനമാണ്. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? വിടുകയും. ഈ നേരത്തെ വായിച്ച എല്ലാ വലയ്ക്കകത്തും എന്ത് ചെയ്തിരിക്കുകയാണ്? കുടുങ്ങിക്കിടക്കുകയാണ്. വഴി എന്താണ്? ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും വഴി എന്താണ്? മറവിൽ വസിക്കുക, കൂടെ പാർക്കുക, പറ്റിച്ചേരുക, അവന്റെ നാമത്തെ അറിയുക, എന്നെ വിടുവിക്കണമെന്ന് വിളിച്ചപേക്ഷിക്കുക.
അവൻ വിടുവിക്കും. ഏത് ട്രാപ്പിൽ നീ ആയാലും, നീ ഏത് കെണിയിലായാലും, നിന്റെ ജീവിതത്തെ മുഴുവൻ കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന കെണിയായാലും ദൈവം വിടുവിക്കും. അവൻ അസാധ്യം. കാരണം എന്താ? ഇത് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? അവൻ നിന്നെ വിടുവിക്കും. വിടുവിച്ചാൽ നീ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഏതൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത് കൊണ്ടാണ്. ആ വിടുവിക്കുന്നതിന്റെ മാധുര്യം അനുഭവിച്ചറിയുന്നവർ കൂടുതൽ ദൈവത്തോട് എന്ത് ചെയ്യും? പറ്റും. അതങ്ങനെ ഒരു സീക്രട്ട്. ഒരു ശബ്ദം, വേട്ടക്കാരന്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പറവകളെല്ലാം വയലിൽ ഇരുന്ന് കൊത്തിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു പറവ എന്ത് ചെയ്യും? ഇത് കേൾക്കും. ഈ ഒരു പറവ കേട്ട് കഴിഞ്ഞാൽ അതൊരു സിഗ്നൽ എന്ത് ചെയ്യും? ഇടുമ്പോൾ എല്ലാം കൂടെ എന്ത് ചെയ്യും? പറക്കും. എല്ലാം രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഒരുമിച്ച് എന്ത് ചെയ്യും? അവന്റെ വയലിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു വയലിന്റെ ബോവസ് ഉണ്ട്. ആ ബോവസിന്റെ വയലിൽ നിങ്ങൾ എന്ത് ചെയ്യും? രൂത്തിനെ പോലെ ഇറങ്ങിയിരിക്കും. കൊഴിഞ്ഞു പോയ മണികളുണ്ട്. വേട്ടക്കാരന്റെ കെണിയിൽപ്പെടാനല്ല ദൈവം വിളിച്ചിരിക്കുന്ന സഭയെ രൂത്തിനെ പോലെ ബോവസിന്റെ വയലിൽ ഇനിയും നലചുകണം. ഈ രൂത്ത് ഇറങ്ങിയ എന്തിനാണെന്നറിയാം? കറ്റ അറുക്കാനല്ല, കാല പറക്കാൻ. രൂത്തിന്റെ കണ്ണ് ഈ കാല പറക്കാൻ പറഞ്ഞ് ഈ കറ്റ കൊയ്തെടുക്കുമ്പോൾ എല്ലാം ചവിട്ടിത്താക്കും. ഈ മണിയിൽ കറ്റയിൽ നിന്ന് കൊഴിഞ്ഞു വീഴും. ഇതെല്ലാം ചെളിക്കകത്ത് വീഴും. ഈ നെല്ലിന്റെ കളറും ചെളിയുടെ കളറും ഒന്നാണ്. ചെളിക്കകത്ത് വീഴുന്നു പോയത് എന്ത് ചെയ്യാൻ പറ്റില്ല. രൂത്തിന്റെ കണ്ണിന്റെ ഷാർപ്പ്നെസ്, സുവിശേഷകന്റെ കണ്ണിന് ഷാർപ്പ്നെസ് ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ചെളിയിൽ വീഴുന്ന നിറഞ്ഞ മണികൾ ഇനിയുണ്ട്. ശത്രു വല വിരിച്ച് അടിച്ചുകൊണ്ട് പോകാനല്ല നീ ഇരിക്കുന്നത്. അവന്റെ വയലിൽ നിറഞ്ഞ മണികൾ ഇനിയും പൊഴിഞ്ഞു കിടപ്പുണ്ട്. അത് ആരെ കണ്ണിലും പെടുന്നില്ല. ആരെ കണ്ണിലും പെടാത്ത നിറഞ്ഞ പലരും പിന്മാറിപ്പോയവരും ദൈവത്തെ അറിഞ്ഞവരും വിശ്വസിച്ചവരും നഷ്ടപ്പെട്ടു പോയ ഒരു വയലാണ് സുവിശേഷ വയൽ. കൊയ്യാൻ മാത്രമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ ചെളിക്കകത്ത് വീഴ്ന്നു പോയതുണ്ട്. അതിനെ കൂടെ ബോവസ് എന്തുകൊണ്ടാണ് രൂത്തിനെ ആകർഷിച്ചത്? ഏറ്റവും കാണാൻ സാധ്യതയില്ലാത്ത ചെളിക്കുണ്ടിനകത്ത് ഓരോന്നിനെ പോലും വില കൊടുത്ത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പറക്കിയെടുക്കാനുള്ള മനസ്സ് രൂത്തിനുണ്ടായപ്പോൾ ബോവസിന്റെ കണ്ണ് രൂത്തിൽ പതിഞ്ഞു. വയലും അവൾക്ക് സ്വന്തമായി, ബോവസും സ്വന്തമായി. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് ദൈവസഭയെ വിടുവിക്കുമ്പോൾ സുവിശേഷത്തിന്റെ വയൽ നിനക്ക് സ്വന്തമാണ്. വയലിന്റെ ഒരേവൻ ബോവസ് നിനക്ക് സ്വന്തമാണ്. വിടുവിക്കുന്നവനെ നീ തിരിച്ചറിയൂ. നീ രക്ഷിക്കേണ്ടിയ വ്യക്തി ജീവിതങ്ങളെ നീ തിരിച്ചറിയൂ. നിന്റെ കണ്ണ് ഷാർപ്പാവട്ടെ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ.